അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴും പ്രാർത്ഥിക്കണ്ടേ? നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് ഓരോ ഡിമാൻഡ് വയ്ക്കുകയാണ്, തരണം തരണം തരണം, 1 by 1. ഇതെല്ലാം കേട്ട് ദൈവം എന്ത് മുഷിഞ്ഞു എന്നറിയാമോ? ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് അധരത്തിൻ്റെ വ്യായാമവും ഒന്നുമല്ല. ഹൃദയത്തിൽ നിന്ന് ആശയങ്ങൾ ദിവസത്തിൽ പകരുകയാണ്. ഹന്നാ ദൈവം പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിൽ പകരുകയായിരുന്നെന്നാണ് പുരോഹിതനോട് പറഞ്ഞത്. ഓർക്കണം, ഇതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മൾ അത്യാവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കും, അല്ലേ? ഞാൻ ഏതാനും വർഷങ്ങൾ മുമ്പ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പോയി. ഒരു രാത്രി അവിടെ റെസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഞാൻ താമസിച്ച റെസ്റ്റ് ഹൗസിൻ്റെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വാചകം കണ്ടു. ഒരു സൂക്തം എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ അത് ശരിക്കും പതിഞ്ഞു. ഞാനത് നോട്ട് ചെയ്തു.